ഈ ഇരട്ട നീതി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതായത് ഒരേ സംഭവത്തിന് രണ്ട് തരത്തിലുള്ള നീതി ഇവിടെ സർക്കാർ നടപ്പിലാക്കുന്നു എന്നൊക്കെ ഒരു ആക്ഷേപം കേട്ടായിരുന്നേ. അതായത് ഒരു നടി എന്നുള്ള നടിക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ അതേ രീതിയിൽ മറ്റു രാഷ്ട്രീയ പ്രവർത്തകയ്ക്കും ആരോപണം വരുന്നു. നടിക്ക് നന്നായിട്ട് പിന്തുണ കൊടുക്കുകയും രാഷ്ട്രീയ പ്രവർത്തകയ്ക്ക് പിന്നെ എന്താ പറയാ അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്ന അപൂർവ സംഭവങ്ങളൊന്നുമല്ല. കാരണം എന്തോ സിനിമാ താരങ്ങൾക്ക് എന്നും എവിടെയും കുറച്ച് നീതി കിട്ടണമെന്നാണ്. ബാക്കി സാധാരണക്കാർക്കൊന്നും ഇതൊന്നും അവകാശപ്പെട്ടതല്ല എന്നുള്ള നിലയ്ക്കാണ്. എന്തെങ്കിലും ഇപ്പം PP ദീപയുടെ കേസ് തന്നെ എടുത്തു നോക്കാം. അതിനകത്ത് എന്താ ഇപ്പൊ എന്തോ കമന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് പിന്നെ എനിക്ക് ഹണി റോസിന് നീതി കിട്ടട്ടെ അല്ലെ, അങ്ങനെ അവർക്കെതിരെ അശ്ലീല കമന്റുകൾ PP ദീപ രംഗത്ത് വന്നിട്ടുണ്ട്. എന്താണ് അതിനകത്ത് പറഞ്ഞത്? ഓക്കെ, സർക്കാരിൻ്റെത്, അതായത് നമുക്ക് ആദ്യമേ സർക്കാരിൽ നിന്ന് തുടങ്ങാം. എനിക്ക് സർക്കാരിൻ്റെ ഓരോ പ്രവർത്തികളും എനിക്ക് കണ്ട് ചിരിയാണ് വരുന്നത്. കാരണം കൊച്ചുകുട്ടികൾക്ക് ഇതിനെയും കണ്ട് ബുദ്ധിയുണ്ടെന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ പറയും നഴ്സറി പിള്ളേർക്ക് ഇതിനെയും കാട്ടിയും ബുദ്ധിയുണ്ട്. കാരണം നഴ്സറി പിള്ളേർക്ക് അറിയാം എവിടെ എന്ത് പറയണം, ആ കുട്ടികൾക്കറിയാം എവിടെ എന്ത് പറയണം, എവിടെ എന്ത് ചെയ്യണമെന്ന്. കാരണം ടീച്ചർമാർ അങ്ങനെയാണ് അവരെ പഠിപ്പിച്ചുകൊണ്ട് വരുന്നത്. വീട്ടിൽ നിന്നാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ സർക്കാരിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത്രയും വളർന്നിട്ടും യാതൊരു ബുദ്ധിയും യാതൊരു ചിന്താശേഷിയും ഇല്ലാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഞാൻ പെരിയാർ ഇരട്ട കൊലപാതകത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പോയി അഭിവാദ്യം അർപ്പിച്ച് പ്രതികൾക്ക് പഠിക്കാൻ പുസ്തകം കൊടുത്തത്. അതൊരു മുതിർന്ന CPM പ്രവർത്തകനാണ്. അവിടെ ചിന്തിക്കണം. അപ്പൊ അവിടെ തന്നെ നമുക്ക് മനസ്സിലാകും ഈ ഇരിക്കുന്ന സർക്കാരിന് എന്തുമാത്രം ബുദ്ധിയുണ്ട്, അവർക്ക് എന്തുമാത്രം കാര്യക്ഷമതയുണ്ടെന്ന്. ചേച്ചി പറഞ്ഞതുപോലെ രണ്ട് നീതി, സർക്കാരിന് എപ്പോഴും രണ്ട് നീതി തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഹണി റോസിന്റെ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായിയെ അറസ്റ്റ് ചെയ്തായിരുന്നു. അയാളെ ഉടനെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വാർത്തകൾ പറയുന്നത്. അപ്പോൾ ഹണി റോസ് അവിടെ കുറേ നാൾ പ്രതികരിക്കാതിരുന്നാണ് ഹണി റോസ് പെട്ടെന്ന് പ്രതികരിച്ചത്. ഹണി റോസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാലും നമുക്കത് മനസ്സിലാവും. കാരണം ഒരുപാട് നാൾ ഇയാൾ പുറകെ നടന്ന് തന്നെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുകയായിരുന്നു. സഹിക്കാൻ വയ്യാതെയാണ് ഹണി റോസ് രംഗത്ത് വന്നത്. അപ്പോൾ ഹണി റോസിനെ പിന്തുണച്ചും അതുപോലെ തന്നെ ഹണി റോസിനെതിരെയും ഒരുപാട് കമൻസും വന്നായിരുന്നു. പിന്തുണച്ച് WCC വന്നായിരുന്നു, മാല പാർവതി നടിയൊക്കെ വന്നായിരുന്നു, ആസിഫ് അലി, ടൊവിനോ, അങ്ങനെ പല നടന്മാരും ഹണി റോസിനെ പിന്തുണച്ച് വന്നു. കമൻറ്റുകളിൽ ഹണി റോസ് എന്തുകൊണ്ട് ഇത്രയും നാളെ പ്രതികരിക്കാതിരുന്നു, ഹണി റോസ് ഇടുന്ന വസ്ത്രമാണല്ലോ ഇതിനെല്ലാം പ്രശ്നം എന്ന് പറഞ്ഞ് കമൻസിലും ഹണി റോസിനെതിരായിട്ട് വന്നു. നമ്മളവിടെ നോക്കണം, ഒരു സബ്ജക്റ്റ് വരുമ്പോൾ ഉറപ്പായിട്ടും അതിൽ പോസിറ്റീവ് സൈഡും കാണും, നെഗറ്റീവ് സൈഡ് കാണും. ഇതിൽ ഏറ്റവും ഒരു സംഭവ വികാസം എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം ഹണി റോസിന് ഫോണിൽ വിളിച്ചു, ഹണി റോസിനെ ആശ്വസിപ്പിച്ചു, എന്നിട്ട് ഹണി റോസിന് പിന്തുണ പ്രഖ്യാപിച്ചു. അതായത് ബോബി ചെമ്മണ്ണൂരിനെതിരെ കടുത്ത ശിക്ഷ തന്നെ ഞാൻ നൽകും. നമ്മൾ സിനിമയിലൊക്കെ പറയുമല്ലേ, എൻ്റെ കുട്ടിയെ വേദനിപ്പിച്ചാൽ ഞാൻ സഹിച്ചിരിക്കില്ല, അല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കില്ല. അത് തന്നെയാണ് പിണറായി വിജയൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു താരത്തിനെ വിളിച്ചു, അവർക്ക് പിന്തുണ നൽകിയിരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരു ദിവസം നമുക്കറിയില്ല എത്ര സ്ത്രീകളാണ് ബലാത്സംഗത്തിന് ഇരയാകുന്നത്, എത്ര സ്ത്രീകളാണ് ഭർത്താവിൻ്റെ മർദ്ദനത്തിന് ഇരയാകുന്നത്, എത്ര സ്ത്രീകളാണ് ഒരു വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് മെഡിക്കൽ മേഖലയിൽ നിന്നൊക്കെ പുറന്തള്ളപ്പെടുന്നത്. ഒരു സ്ത്രീ പോലും ഇപ്പോഴും കേരളത്തിൻ്റെ വനിതാ മുഖ്യമന്ത്രി ആയിട്ടില്ല. അത് തന്നെ നമുക്ക് ഏറ്റവും ഉദാഹരണമായിട്ട് പറയുന്നത്. അപ്പോൾ സ്ത്രീകളെ എപ്പോഴും ഇങ്ങനെ തരം താഴ്ത്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ് പൊതുസമൂഹത്തിൽ, അതായത് സാധാരണ സ്ത്രീകളുടെ. ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സ്ഥിതിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് എങ്ങനെ വിമർശനത്തിന് കാരണമാകും? അതൊരു നല്ല കാര്യമല്ലേ? അതിനെന്തായാലും ഇത്ര വിമർശിക്കാണ്ടിരിക്കുന്നത്? അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഒരു പൊതുസമൂഹത്തിലെ സ്ത്രീ, അപ്പോൾ ആ സ്ത്രീക്ക് എന്ത് പറ്റിയാലും ചിലപ്പോൾ അത് പോലീസായിരിക്കാം ആ കേസ് ഇടപെടുന്നത്. അപ്പോൾ അവിടെ എന്തായാലും ഒരു മന്ത്രിമാര് പോലും ആ സ്ത്രീയെ തിരിഞ്ഞു നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഹണി റോസിനെ വിളിച്ചു, ഹണി റോസ് എന്താ സ്ത്രീയല്ലേ? ഹണി റോസിനെ പിണറായി വിജയൻ വിളിച്ചു. പിന്നെ എന്തുകൊണ്ട് പൊതുസമൂഹത്തിൽ സ്ത്രീകൾ, ഓരോ സ്ത്രീകൾ ഇരയാകുന്ന ഈ ബലാത്സംഗത്തിന് ഇരയാകുന്ന സ്ത്രീകളെ പിണറായി വിജയൻ വിളിച്ച് ആശ്വസിക്കുന്നില്ല? നടക്കുന്ന കാര്യമാണ്. ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് എന്തെല്ലാം ഇത് കാണും? ഹണി റോസ് എന്ന് പറഞ്ഞ ഒരു നടിയാണ്, അവർ 10 പേര് അറിയുന്നവരാണ്. അവരെ വിളിച്ചിട്ട് പിന്തുണ പറയുന്നതിൽ അതിൽ തെറ്റൊന്നും ഇല്ലല്ലോ. ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവര് അതത്ര അനുഭവിച്ചു. അപ്പൊ അനുഭവിക്കുമ്പോൾ അവർക്ക് പിന്തുണ കൊടുക്കുന്നത്
ഇതേ സമാനമായ കേസുകളിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും നന്നായിട്ട് കൈകാര്യം ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് നൽകലല്ലേ? അതിനെങ്ങനെയാണ് വിമർശിക്കുന്നത്? അതിന് ആരാണ് തന്നെയാണ് ഇപ്പൊ ആരാണ് അതിനെ വിമർശിച്ചത്? ഉറപ്പ് നൽകൽ തന്നെ. ഞാൻ ഒരിക്കലും ഹണി റോസിനെ കുറ്റപ്പെടുത്തിയതല്ല. അവർക്ക് പിന്തുണ വരണം. കാരണം അവർ അത്രയും അനുഭവിച്ചുകൊണ്ടാണ്, അവരിപ്പോൾ അത്രയും ഹരാസ്മെന്റ് അനുഭവിച്ചിട്ടാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത്. ഞാൻ ഒരിക്കലും ഹണി റോസിനെ കുറ്റപ്പെടുത്തിയതല്ല, പിണറായി വിജയനെ കുറ്റപ്പെടുത്തിയതല്ല. അവർക്ക് പിന്തുണ നൽകണം. അതിന് മുഖ്യമന്ത്രിയായ പിന്തുണ നൽകിയിരിക്കണം. പക്ഷെ ഇവിടെ പൊതുസമൂഹവും നമ്മൾ എടുക്കേണ്ടതാണ്. രണ്ട് നീതി ഒരിക്കലും ഒരു തുല്യമല്ല. വേറെ ആർക്കാണ് ഇതേ കണക്ക് നീതി? വേറെ ആർക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ പി ദിവ്യ അവർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് അവർക്കെതിരെ അശ്ലീല കമന്റുകൾ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ടെന്ന് ആരോപിച്ച് അവർ പരാതി നൽകിയിരിക്കുന്നു. പി ദിവ്യയെ നമ്മൾ നോക്കിയാൽ എപ്പോഴും സർക്കാർ സംരക്ഷിച്ചത് കൊണ്ടിരിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, പി ദിവ്യയെ സംരക്ഷിക്കുന്നത് സർക്കാർ തന്നെയാണ്. അപ്പൊ പി ദിവ്യ ഒരു കാര്യം എന്ന് വെച്ചാൽ അശ്ലീല കമന്റുകളെ കുറിച്ച് പി ദിവ്യ ഇതുവരെയും പൊതുസമൂഹത്തിൽ പരാമർശിക്കാനായിട്ട് കേട്ടിട്ടില്ല. അവരിപ്പോ ആ ഒരു കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും തടിയൂരാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പിന്തുണ നൽകുന്നത് പിണറായി സർക്കാരാണ്. അത് പകൽ പോലെ വ്യക്തമാണ്. പാർട്ടി ഒരു വക്താവെന്ന പാർട്ടിയിലെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ അവരെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്നത് പിണറായി സർക്കാരാണ്. അവര് പിണറായി സർക്കാരിനെ കുറ്റം പറയുന്നത് തികച്ചും, അവര് പിണറായി സർക്കാരിനെ കുറ്റം പറയുന്നില്ലല്ലോ. അവരെന്ന് പറയുന്നത് പിണറായി സർക്കാർ ഒളിപ്പിച്ച് വെക്കുന്ന ഒരാൾ. അതായത് ഇനിയിപ്പോൾ സി പി എമ്മിൽ ഒരു ചിലപ്പോൾ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് പി ദിവ്യക്ക് യോഗം ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് പി ദിവ്യനെ സർക്കാർ സംരക്ഷിച്ച് നിർത്തുന്നത്. ഇപ്പൊ ഹണി റോസിന്റെ കാര്യത്തിലാണ് താരങ്ങളെ എപ്പോഴും സൈഡിൽ, അതായത് സർക്കാർ എപ്പോഴും താരങ്ങളെ എപ്പോഴും സൈഡിൽ നിർത്താനാണ് അവരുടെ അജണ്ടയാണ്. താരങ്ങൾ ഇവർക്ക് വേണ്ടി സംസാരിക്കും. അതായത് ഇപ്പൊ സംസ്ഥാന സർക്കാർ ഒരു ആശയക്കുഴപ്പത്തിൽ അല്ലെങ്കിൽ അവർക്കെതിരെ ഇപ്പൊ പുതിയൊരു ആരോപണം വരുന്നെന്ന് വിചാരിക്കാം. ഉറപ്പായിട്ടും ഈ ഒരു താരങ്ങൾക്ക് പിന്തുണ നൽകിയ താരങ്ങൾ സർക്കാരിന് വേണ്ടി അവിടെ സംസാരിക്കും. നമുക്കറിയാം, ഒരു താരം ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പൊ പിണറായി വിജയനെ അനുകൂലിച്ച് മമ്മൂട്ടി എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് മമ്മൂട്ടി വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. മോഹൻലാൽ എന്തെങ്കിലും പറഞ്ഞാൽ മോഹൻലാലിനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കാരണം അതെ, രാഷ്ട്രീയവൽക്കരിക്കുക. താരങ്ങൾക്ക് അത്രയും നമ്മൾ മലയാളികൾ മാത്രമല്ല എല്ലാവരും ഒരുപാട് ഒരു ഇത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോ തെലുങ്കിലിപ്പോ നോക്കിയാൽ അല്ലു അർജുൻ, ഇപ്പോ തമിഴ്നാട് നോക്കിയാൽ വിജയ് ഇപ്പോഴല്ലേ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. വിജയ്ക്ക് എന്തുമാത്രം പിന്തുണയാണ് അവിടുത്തെ ജനങ്ങൾ നൽകുന്നത്. എന്തുകൊണ്ട്? വിജയ് എന്ന് പറയുന്ന ഇപ്പോഴും സിനിമകളിലൊരു നേതാവാണ്. അദ്ദേഹം എന്ത് പറഞ്ഞാലും ജനങ്ങൾ അനുസരിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഹണി റോസിന് ഇദ്ദേഹം പിന്തുണ നൽകി. ഇപ്പൊ ഇദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു വിമർശനം ഉയർന്ന ഉറപ്പായിട്ടും ഹണി റോസ് അവിടെ രംഗത്ത് വന്ന് അദ്ദേഹത്തെ വിമർശിക്കരുത്, അതെ ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അപ്പൊ ഉറപ്പായിട്ടും നമ്മളത് വിശ്വസിക്കത്തില്ലേ? അതൊരു രാഷ്ട്രീയ അജണ്ടയാണ്. പക്ഷെ വേറൊരു അതേ സർക്കാരിന്റെ വേറൊരു രാഷ്ട്രീയ അജണ്ടയാണല്ലോ പി ദിവ്യയെ സംരക്ഷിക്കുന്നത്. പി ദിവ്യ എന്തിനാണ് ഈ നീതി അവർക്കെങ്കിലും കിട്ടട്ടെ എന്നൊക്കെ പറയണ്ട. അത് കുറ്റപ്പെടുത്തുന്ന തരത്തിലല്ലേ ആ സംസാരം? ഒരിക്കലല്ല. അവർ പറയുന്നത് നീതി എല്ലാ സ്ത്രീകൾക്കും നീതി കിട്ടട്ടെ എന്നാണ്. കാരണം അവർക്കെതിരെ ഇങ്ങനെ അശ്ലീല കമന്റുകൾ നടപടി എടുത്തില്ലെന്നാണ് പറഞ്ഞത്. അവർ നടപടി എടുത്തിട്ടുണ്ട്. അതായത് അവർക്കെതിരെ അശ്ലീല കമന്റുകൾ ഇട്ട് അതിനെതിരെ അവർ പോലീസിൽ പരാതി നൽകി. പിന്നീടാണ് അവർ പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും നീതി കിട്ടട്ടെ. അപ്പൊ അവിടെ നമ്മൾ ഉന്നയിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരെന്ന് പറയുന്നത് പി ദിവ്യ കാരണം ഒരു അനാഥമായ ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ 3 സ്ത്രീകളാണുള്ളത്, ഒരു അമ്മയും 2 മക്കളും. അവർക്ക് എന്തുകൊണ്ട് നീതി കിട്ടുന്നില്ല? അവർ നമ്മൾ ചോദിക്കേണ്ട ആവശ്യമാണ്. അവർ പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയതാണ് എല്ലാ സ്ത്രീകൾക്കും സംരക്ഷണം കിട്ടട്ടെ, എല്ലാ സ്ത്രീകൾക്കും നീതി കിട്ടട്ടെ. ഒരാളുടെ കുടുംബം നശിപ്പിച്ചിട്ടാണ് അവരങ്ങനെ പറയുന്നത്. അല്ലെ, എത്ര ഇതുണ്ട് അവർ അങ്ങനെ പറയാൻ? അതെ, പി ദിവ്യയെ സംരക്ഷിക്കുന്ന സർക്കാർ തന്നെയാണ് മഞ്ജുഷേനെ ഇത്രയും ആശയക്കുഴപ്പത്തിലാക്കി അവർക്ക് നീതി ലഭിക്കാതിരിക്കാൻ കാരണമാകുന്നതും. സർക്കാർ എപ്പോഴും സർക്കാരിന്റെ സൈഡിലുള്ളവരെ സംരക്ഷിക്കാൻ നോക്കും. അതെ, പക്ഷെ അവർ തടയാൻ ശ്രമിക്കും. അവരെതിരെ വന്നത് എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ സർക്കാരിന് കുറച്ചുകൂടി പിന്തുണ കൂടുതൽ ലഭിക്കാൻ സാധ്യത ഉള്ളത് മഞ്ജുഷേനെ സപ്പോർട്ട് ചെയ്യുന്ന നവീൻ ബാബുവിന്റെ ഭാര്യ പി ദിവ്യ എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. ചിലപ്പോൾ എല്ലാവരും പറയുന്നത് വനിതാ മുഖ്യമന്ത്രിയായിട്ട് പി ദിവ്യ വരും. അപ്പോൾ അവരെ സംരക്ഷിച്ച് നിർത്തിയാലേ പാർട്ടിക്ക് പറ്റത്തുള്ളൂ. ഇപ്പൊ ആര്യ രാജേന്ദ്രൻ ഒരു KSRTC ഡ്രൈവറിന്റെ അടുത്ത് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. ആര്യ രാജേന്ദ്രൻ എന്ത് നടപടിയാണ് ഈ സർക്കാർ സ്വീകരിച്ചത്? എന്നിട്ട് ആ KSRTC ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് ആരോപിച്ച് ആര്യ രാജേന്ദ്രൻ കൊണ്ട് പരാതി നൽകുന്നു. പിന്നീട് KSRTC ഡ്രൈവർക്കാണ് കുറ്റം.
അവിടെ നമ്മൾ വ്യക്തമായിട്ട് ആ ഒരു വീഡിയോയിൽ കണ്ടതാണ്. ആര്യ രാജേന്ദ്രൻ മറ്റു ഗുണ്ടാ നേതാവിനെ പോലെയാണ് കാറിൽ നിന്നിറങ്ങുന്നത്, അയാളെ ഷർട്ടിന് കുത്തിപ്പിടിക്കുന്നത്. ഒരു മേയർ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അപ്പോൾ അവിടെ ഒരിക്കലും ഈ പിണറായി സർക്കാർ വിമർശിച്ചില്ലല്ലോ. പിണറായി സർക്കാർ വിമർശനമായിട്ട് വന്നോ? അല്ലെങ്കിൽ പിണറായി സർക്കാർ അവിടെ ആര്യ രാജേന്ദ്രനെ പിന്തുണയ്ക്കുകയല്ലേ ചെയ്തത്? മൗനമായിട്ടാണെങ്കിലും പിന്തുണയ്ക്കുകയല്ലേ ചെയ്തത്? അപ്പോൾ എന്തായാലും രണ്ട് നീതിയാണ് പൊതുസമൂഹത്തിൽ. അതായത് പൊതുസമൂഹത്തിലെ സാധാരണ സ്ത്രീകൾക്ക് ഒരു നീതിയും താരങ്ങൾക്ക് മറ്റൊരു നീതിയും പാടില്ല. അതായത് ഈ ഭരണത്തെ അല്ലെങ്കിൽ നമ്മൾ ഈ സർക്കാരിനെ ജയിപ്പിച്ചു വിടുന്നത് എന്താണ്? നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ആനുകൂല്യങ്ങളിലാണ് അവർ ജീവിക്കുന്നത് അല്ലേ? അതായത് നമ്മളാണ് ഭരിക്കുന്നത്. പണ്ടൊരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സംസ്ഥാന സർക്കാരല്ല രാജാക്കൾ, ജനങ്ങളാണ് രാജാവ്. അപ്പൊ ജനങ്ങളെ നോക്കലാണ് സർക്കാരിന്റെ പണി. അപ്പോൾ ഇവിടെ ഹണി റോസിന് പിന്തുണ നൽകിയത് ഒരിക്കലും ഒരു വിമർശനമായിട്ട് പറയേണ്ട ആവശ്യമില്ല. കാരണം അവരൊരു സ്ത്രീയാണ്. കാരണം ബോബി ചെമ്മൻ അത്രയും മോശമായിട്ടാണ് അവർക്കെതിരെ സംസാരിച്ചത്. നമ്മൾ അയാളുടെ പല ഇന്റർവ്യൂകൾ എടുത്ത് നോക്കിയാലും കാണാൻ സാധിക്കും. അപ്പോൾ അവർക്കെതിരെ പിണറായി വിജയൻ പിന്തുണ നൽകിയത് വളരെ നല്ലൊരു കാര്യമാണ്. അതിൽ ഞാൻ സപ്പോർട്ടാണ്. പക്ഷേ ഒരു താരം മാത്രമല്ല ഈ ഒരു ലൈംഗിക ചേഷ്ട അല്ലെങ്കിൽ ലൈംഗിക അതിക്രമങ്ങൾ നേരിടുന്നത്, എല്ലാവരും നേരിടുന്നുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും തുല്യമായ നീതി ആയിരിക്കണം. അത് തന്നെ ആയിരിക്കില്ലേ ചിലപ്പോൾ ഇതിനോട് ഉദ്ദേശിച്ചത്. അതിനകത്ത് പി പി ദിവ്യ പറയുമ്പോൾ പക്ഷെ ഇതിനകത്ത് വിമർശിക്കുന്ന ഒരു രീതിയാണ് വരുന്നതാണ് ഞാൻ പറയാൻ കാരണം. പി പി ദിവ്യ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ അത് വേറെ രീതിയിലാണ് ആൾക്കാർ എടുക്കുന്നത്. അതുപോലെ ഈ മഞ്ജുഷയുടെ കേസ് ഇവിടെ കിടക്കുമ്പോൾ, അതായത് നവീൻ ബാബുവിന്റെ ഭാര്യയുടെ പരാമർശങ്ങൾ അവിടെ കിടക്കുമ്പോൾ ഹണി റോസിനെ സംരക്ഷിക്കുന്ന തരത്തിൽ പിന്തുണ നൽകുന്നത് അവർക്ക് മാനസികമായിട്ടൊരു വിഷമം ഉണ്ടാക്കാൻ സാധ്യത. അതെ, മഞ്ജുഷയെ ഒരിക്കലും എന്ന് വെച്ചാൽ ഞാൻ പറയാം, മഞ്ജുഷ എന്ന് പറയുന്നത് വെറും ഒരു സാധാരണ സ്ത്രീയാണ്. അവരുടെ ഈ കേസ് മറ്റൊരു കേസ് വന്നാൽ ഇത് എന്തായാലും പിന്നെ മറ്റാരും ശ്രദ്ധിക്കത്തില്ല. പക്ഷെ ഹണി റോസ് അങ്ങനെയാണ്. ഹണി റോസ് എന്ന് പറയുന്ന ഒരു താരമൂല്യമുള്ള എല്ലാവരും അറിയുന്ന ഒരു നടിയാണ്. അപ്പോൾ ഒരു നടിക്കെതിരെ എന്തായാലും ഇങ്ങനൊരു ലൈംഗിക അതിക്രമം വരുമ്പോൾ ഉറപ്പായിട്ടും അവിടെ സർക്കാർ അതിനൊരു പിന്തുണ പ്രഖ്യാപിച്ച് എല്ലാവരും അത് ഓർത്ത് തന്നെ ഇരിക്കും. ഹണി റോസിന് അത്രയും ഒരു വിലയാണ് നൽകുന്നത്. പക്ഷെ മഞ്ജുഷ എന്ന് പറയുന്ന ഒരു സാധാരണ സ്ത്രീയാണ്. അവരെത്ര കിടന്ന് പറഞ്ഞാലും അവർക്ക് നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം അവരൊരു താരമൂല്യമുള്ള ഒരു സ്ത്രീയല്ല. ഈ മാധ്യമങ്ങൾ പോലെ ഇപ്പൊ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഹണി റോസിന്റെ വാർത്തകളാണ് കൂടുതലും നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹണി റോസിനെയാണ് മാധ്യമങ്ങൾ ഇപ്പൊ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പി പി ദിവ്യനെയാണ് ഇപ്പൊ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഞ്ജുഷേനെയല്ല സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് എന്റെ അഭിപ്രായത്തിൽ സർക്കാർ ഒരിക്കലും ഒരു ഇരട്ട നീതി ആർക്കും ഇരട്ട നീതിയല്ല നൽകേണ്ടത്. താരത്തിന് എങ്ങനെയാണോ സർക്കാർ പിന്തുണ നൽകുന്നത് അതുപോലെ തന്നെ മഞ്ജുഷയ്ക്കും പിന്തുണ നൽകണം. അതുപോലെ തന്നെ പി പി ദിവ്യയ്ക്കും പിന്തുണ നൽകണം. പി പി ദിവ്യ എത്ര പറഞ്ഞാലും ഒരു സ്ത്രീയാണ്. അവർ അനാഥമാക്കിയ ഒരു കുടുംബമാണ് മഞ്ജുഷേണ്ടത്. അത് നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല. എങ്കിലും എല്ലാ സ്ത്രീകൾക്കും ഒരേ നിയമം തന്നെ സർക്കാരിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാകണം. അല്ലാതെ ഒരു താരത്തിന് ഇന്ന നീതി, മറ്റൊരാൾക്ക് ഇന്ന നീതി എന്നൊരു വ്യത്യസ്ത നീതി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. എന്തായാലും ശ്രീ പിണറായി വിജയൻ്റെത് ഇത്തരത്തിലുള്ള നിലപാടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു താരത്തിന് മാത്രം പിന്തുണ അർഹിച്ചത്. എന്തായാലും ഇപ്പോൾ ബോബി ചെമ്മൻ അറസ്റ്റിലായിട്ടുണ്ട്. അതെന്തായാലും ഒരു ശിക്ഷ അദ്ദേഹത്തിന് ഉറപ്പായിരിക്കും. നമുക്കത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എന്നാലും ഈ പി പി ദിവ്യയുടെയും മഞ്ജുഷയുടെ ഒക്കെ കേസിലും സർക്കാർ അനുകൂല നിലപാട് തന്നെ എടുക്കട്ടെ. കാരണം അവർ മഞ്ജുഷയുടെ കാര്യം പറയാം, അവരൊരു അനാഥ സ്ത്രീയാണ്, 2 പെൺമക്കളുടെ അമ്മയാണ്, അവരുടെ ഒരു കുടുംബനാഥനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിലും സർക്കാർ ഒരു നീതി തന്നെ, സർക്കാർ സമാനമായ നീതി തന്നെ നടപ്പിലാക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം.